ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഒരു ക്ലോത്തിലേക്ക് എങ്ങനെയാണ് നെറ്റിൻ്റെ പീസിനെ അറ്റാച്ച് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതായത് ഒരു മെയിൻ ക്ലോത്തിൽ നെറ്റിൻ്റെ ഒരു ഹോൾ വരുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ട ഷേപ്പ് തുണിയിലേക്ക് വരച്ചെടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ നെറ്റിൻ്റെ പീസ് ഇതിന് മുകളിൽ വയ്ക്കുക. റിങ്ങിലിട്ട് ടൈറ്റ് ചെയ്ത ശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് വേണ്ട പീസിനെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക, വരച്ച ഭാഗത്തേക്ക്. എന്നിട്ട് നമ്മൾ ഇതുപോലുള്ള പിൻസ് യൂസ് ചെയ്ത് സെക്യൂർ ആക്കി കൊടുക്കാം. കറക്റ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. ചുളുക്കം ഒന്നും വരാത്ത രീതിയിൽ പിൻ ചെയ്യാം. ചുറ്റുപുറവും പിന്നുകളുടെ എണ്ണം കൂടിയാലും നമുക്ക് സേഫാക്കി നിൽക്കണമെന്നുള്ളതാണ് മെയിൻ. ചുളുക്കം വരുവാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചുളുക്കം വരുവാണെങ്കിൽ നിങ്ങൾ അതഴിച്ച് മാറ്റി കുത്തി കൊടുക്കുക കേട്ടോ. എവിടാണോ ചുരുക്കം വരുന്നത് അത് നീറ്റാക്കിയിട്ട് മാറ്റി കുത്തി കൊടുക്കുക. ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നിടത്തേക്ക് ബാധിക്കാത്ത രീതിയിൽ പിൻ സെക്യൂർ ആക്കി കൊടുക്കുക. ഓക്കെ, അതിൻ്റെ ശേഷം നമ്മൾ സരി ത്രെഡ് യൂസ് ചെയ്യുവാണ് വേണ്ടത്. സരി ത്രെഡ് വെച്ചാണ് നമ്മൾ നോർമലി ഇങ്ങനത്തെ സ്റ്റിച്ചുകളൊക്കെ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അഥവാ ഉരുക്കുവാണെങ്കിലും നമുക്ക് ഡാമേജ് വരരുത്. അല്ലെങ്കിൽ കട്ട് വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കുറച്ചുകൂടെ ഒരു സേഫായിട്ട് സരി ത്രെഡാണ് ഇരിക്കുന്നത്. അല്ല നമ്മൾ കട്ട് ചെയ്യുവാണല്ലോ, ഈ നെറ്റിനൊക്കെ കട്ട് ചെയ്യുവാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് സിൽക്ക് ത്രെഡോ മെഷീൻ ത്രെഡോ യൂസ് ചെയ്യാം. മെഷീൻ ത്രെഡ് ആണെങ്കിൽ നമുക്ക് വർക്ക് പുറത്തേക്ക് കാണാൻ പാടില്ല, അതിൽ കവർ ചെയ്ത് വർക്ക് ചെയ്യണം. ബീഡ്സിൻ്റെയൊക്കെ വർക്ക് ചെയ്തിട്ട് അടിയിൽ നമ്മൾ ഇതാണ് ചെയ്യുന്നതെങ്കിലും മെഷീൻ ത്രെഡ് യൂസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല. വർക്ക് ചെയ്യുമ്പോൾ ഈ ചെയ്തത് കവർ ചെയ്യുന്ന രീതിയിൽ വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നമ്മൾ സേഫാക്കി സെക്യൂറാക്കി വെച്ച ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ മൊത്തത്തിൽ 2 പ്രാവശ്യം ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. മിനിമം 2 പ്രാവശ്യമെങ്കിലും ഇടണം. അല്ല നമ്മൾ വീതി കൂട്ടി ചെയ്യുവാണെങ്കിൽ സരി ത്രെഡ് തന്നെ യൂസ് ചെയ്താണ് അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് തന്നെ യൂസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 4 എണ്ണമൊക്കെ കൊടുക്കാൻ പറ്റും, 4 ലൈനൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. മൊത്തത്തിൽ നമുക്ക് ഞാനിപ്പം കുറച്ച് ലോങ് ആയിട്ടാണ് ഇടുന്നത്. നമ്മൾ ചെയ്യുന്ന സമയത്ത്, അതായത് മെയിനായിട്ട് നമ്മളൊരു വർക്കിൽ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ചെയിനുകളിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് വേണ്ട ഭാഗം ചുളുക്കം ഇല്ലാത്ത രീതിയിൽ ചെയ്യുക. അതായത് നമുക്ക് ഈ ഉൾഭാഗത്താണ് വേണ്ടത്, അവിടേക്ക് ചുളുക്കം വരാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഉൾവശത്ത് ചുളുക്കം വരാത്ത രീതിയിൽ ചെയ്തു പോവാം. അധികം വലിയ ഡിസൈനൊക്കെ ആകുമ്പോൾ വലിയ ചുളുക്കം വരും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് നിർത്തിയിട്ട് ആ പിന്നിനെ ഒന്ന് മാറ്റി ടൈറ്റ് ചെയ്ത് കുത്തി കൊടുക്കണം. ചെറിയ ഡിസൈൻ ആകുമ്പോൾ അത്ര പ്രശ്നം വരില്ല. കോർണറിൽ ചെയിൻ ലോക്ക് ഇട്ടിട്ട് തന്നെ വേണം അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട്. ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരേ ലെവലിൽ തന്നെ സ്റ്റിച്ചുകൾ വരണമെന്നില്ല. അതായത് ഇപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത സ്റ്റിച്ച് വേണമെന്നില്ല. നമ്മൾ താമ്പൂർ ഫില്ലിംഗ് ഒന്നും ചെയ്യുന്ന ആ ഒരു രീതിക്ക് വേണ്ട. ഈ ചെയിനിൻ്റെ ഇടയ്ക്കായിട്ട് വന്നാൽ മതി. അപ്പോഴാണ് കുറച്ചുകൂടെ ഒന്ന് സേഫായിട്ടിരിക്കുന്നത്. ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിസൈൻസിൻ്റെ ഫോട്ടോ ഞാൻ മേളിൽ കാണിക്കാം. നമ്മൾ ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന വർക്കുകളുടെ. കോർണറിൽ ചെയിൻ ലോക്ക് കൊടുക്കാം.
ഞാനിപ്പോൾ 2 റൗണ്ടേ ചെയ്യുന്നുള്ളൂ. എപ്പോഴും ചെയ്യുമ്പോൾ എന്താ പറയുക, അടുത്തടുത്ത് ചെയ്യണേ, വല്ലാണ്ട് ഗ്യാപ്പിട്ട് ചെയ്യരുത്. നമ്മൾ നെറ്റൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കുറച്ചുകൂടെ ആദ്യത്തെ ചെയിനിനോട് അടുത്ത് തന്നെ അടുത്തതും ചെയ്യാനായിട്ട് നോക്കണേ. ഇനി നമുക്ക് സിഗ്സാഗ് ചെയ്തു തുടങ്ങാം. സിഗ്സാഗ് ചെയ്യുമ്പോൾ അകത്തി ചെയ്യുന്നവരാണെങ്കിൽ 2 റൗണ്ട് ചെയ്തേക്കുക. അടുത്തടുത്താണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അടുത്തടുത്ത് ചെയ്തു പോയാൽ മതി. അകത്തി ചെയ്യുമ്പോഴാണ് സ്പീഡ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സിഗ്സാഗ് ഇതിൻ്റെ മുകളിൽ കൂടെ ചെയ്തു പോവുക കേട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എക്സ്ട്രാ വർക്കുകൾ, അതായത് ബീഡ്സ് വെച്ചോ സർദോസി വെച്ചോ എന്തൊക്കെ വർക്കുകൾ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലത്തെ നെറ്റിനെ മാത്രമാക്കാൻ, അതായത് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാൻ. പുറമേയുള്ള വർക്കുകളൊക്കെ ചെയ്ത ശേഷം കട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ പുറമേത്തെ നെറ്റ് നമുക്ക് ഒരു ലൈന് ബീഡ്സ് വർക്കൊക്കെ ചെയ്ത ശേഷം കട്ട് ചെയ്യാവുന്നതാണ്. കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ അടിവശത്ത് പശയാക്കണം, എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ. പിന്നെ വീഡിയോ കാണുമ്പോൾ മാക്സിമം വീഡിയോ കണ്ടിരിക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് എനിക്ക് ഓർമ്മ വരുന്ന ടിപ്പുകളൊക്കെ ഞാൻ ഈ സമയത്തായിരിക്കും പറയുന്നത്. അപ്പോൾ ഇത്രയും ഇങ്ങനെ ചെയ്തു പോകുന്ന സമയത്തായിരിക്കും പറയുന്നത്. അപ്പോൾ നിങ്ങൾ സെയിം തന്നെയാണല്ലോ ചെയ്യുന്നതെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് നോക്കുക കേട്ടോ. ഇത് എത്രത്തോളം അടുത്തടുത്ത് ചെയ്യുന്നോ അത്രയും സേഫായിരിക്കും നമ്മുടെ നെറ്റും ക്ലോത്തും. ആ ഒരു ബോണ്ട്, അതായത് അവിടെ അത്രയും സ്ട്രോങ് ആയിട്ട് ഇരുന്നാലേ നമുക്കിത് രണ്ടും അഴിഞ്ഞു പോരാണ്ട് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അത് റിമൂവ് ആയി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സിഗ്സാഗിൻ്റെ ബലത്തിലാണ് ഇതിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ എൻഡ് ലോക്ക് ഇടുകയാണെങ്കിൽ അത് പുറമോട്ട്, അതായത് ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടേക്ക് എൻഡ് ലോക്ക് വരാത്ത രീതിയിൽ വേണം ഇടാനായിട്ട്. ഉൾവശം നെറ്റ് മാത്രമല്ലേ കാണത്തുള്ളൂ, അപ്പോൾ അവിടെ ഇടണ്ട, പുറമോട്ടായിട്ട് എൻഡ് ലോക്ക് ഇട്ടേക്കാം. എൻഡ് ലോക്ക് ഇട്ടു. ദെൻ നമുക്കിനി അടിവശത്ത് ഈ സ്റ്റിച്ച് വരുന്നിടം മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്ത്, അതായത് പശയാക്കി കൊടുക്കുക. കട്ടിയിൽ ആ സ്റ്റിച്ചിന്മേൽ കൂടെ മാത്രം വരുന്ന രീതിയിൽ വേണം ആക്കാൻ. എന്നിട്ട് അതൊന്ന് ഉണങ്ങി എന്ന് കാണുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എന്തെങ്കിലും വർക്കുകൾ, അതായത് ബീഡ്സ് വെച്ച ഒരു ലൈന് വേണമെങ്കിൽ ഇതിൽ കൊടുക്കുക. എന്നിട്ട് നമുക്ക് പിന്ന് റിമൂവ് ചെയ്യാം. പിന്ന് റിമൂവ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ, അല്ല ജസ്റ്റ് ഓപ്പണിങ് മാത്രം മതി എന്നാണെങ്കിൽ ഇത്രയും മതി. അപ്പോൾ ബീഡ്സ് വെച്ച് ലൈൻ ചെയ്ത ശേഷം നമുക്ക് പുറമേയുള്ള നെറ്റിനെ കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ആ വലുതായിട്ട് ഇരിക്കുന്ന ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. ത്രെഡ് കട്ടറോ അല്ലെങ്കിൽ ചെറിയ കത്രികയോ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഓവറായിട്ട് ഫ്രണ്ടിലോട്ട് അങ്ങ് പോകത്തില്ല, കീറി പോകാനൊക്കെ ചാൻസ് കുറവാണ് ത്രെഡ് കട്ടർ ആണെങ്കിൽ. ഓക്കെ, നെറ്റ് പീസിനെ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പുറത്ത് കാണുന്നതൊക്കെ ഒന്ന് നീറ്റാക്കി കട്ട് ചെയ്ത് വിടുക. എന്നിട്ട് കുറച്ച് ഇരിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അടുത്തത് തിക്കായിട്ട് അതിൻ്റെ കൂടെ വർക്ക് ചെയ്താൽ മതി. അല്ല വർക്ക് വരുന്നില്ലെങ്കിൽ നന്നായിട്ട് നീറ്റാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യവും കൂടെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക.
ചുറ്റുപുറവും ഒരു പ്രാവശ്യം കൂടെ, വർക്കൊന്നും വരുന്നില്ല ഇത്രയും മാത്രമാണുള്ളതെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അത് നീറ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് ഉള്ളിലത്തെ ക്ലോത്തിനെ കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നീഡിൽ വെച്ച് ഈ നെറ്റിനെ ഒന്ന് പൊക്കി പിടിച്ചേക്കാം, കുറച്ചൊന്ന് പൊക്കി പിടിച്ചേക്കാം. എന്നിട്ട് താഴ്ഭാഗത്തുനിന്ന് നമ്മൾ ത്രെഡ് കട്ടർ വെച്ച് കുറച്ച് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, കുറച്ചൊരു ചെറിയ ഹോളിടുക. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് വിടുകയാണ് വേണ്ടത്. നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്ത വർക്ക് വേസ്റ്റാണ്. കണ്ടോ, ഇങ്ങനെ നടുകെ കീറി കൊടുക്കുക. നമ്മൾ ചെയ്ത അത്രയും വർക്ക് വരുന്നിടം കീറി കൊടുക്കുക. ദെൻ കീറി രണ്ട് സൈഡ്, അതായത് ആ ഒരു ഭാഗത്തിന് രണ്ട് ഭാഗമാക്കിയ ശേഷം മാത്രം നമ്മൾ തിരിച്ചു കൊടുത്താൽ മതി. മേൽഭാഗത്തു നിന്ന് തന്നെ ഇത്രയും ചെയ്യണം കേട്ടോ. താഴേന്ന് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റിനെ സേഫ് ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എഡ്ജ് വരെ, ഈ കോർണേഴ്സൊക്കെ ഉള്ളതാണെങ്കിൽ ആ കോർണർ വരെ കട്ട് ചെയ്ത ശേഷം നമുക്ക് തിരിച്ചിടാം. നമ്മൾ അത്രയും ഭാഗം കട്ട് ചെയ്ത ശേഷം തിരിച്ചിട്ടിട്ടുണ്ട്. ഇത്രയും ഭാഗമാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ, അതായത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും വരെ ചെയ്തു, പിന്നെ ഇതിനെ ക്രോസ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നാണ് വർക്ക് ചെയ്യാനുള്ളതെങ്കിൽ നേരെ ഇങ്ങനെ വരരുത്. ഇങ്ങനെ വന്നാൽ തന്നെ നമ്മളിവിടെ എൻഡ് ലോക്ക് ഇട്ടിട്ട് വേണം വർക്ക് ചെയ്യാൻ തുടങ്ങാൻ. അത് അപ്പുറത്തെ സൈഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഇതിന് ക്രോസ് ആയിട്ട് ത്രെഡ് വന്നാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ത്രെഡിനെ കൂടെ കട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് എൻഡ് ലോക്ക് ഇട്ട് കഴിഞ്ഞ് നേരെ ഇപ്പുറം വന്ന് വർക്ക് ചെയ്താൽ അതിന് എൻഡ് ലോക്ക് ഇട്ടിട്ട് വേണം തുടങ്ങാൻ, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് വേറെ തന്നെ കെട്ടിയിട്ട് വേണം തുടങ്ങാൻ. എൻഡ് ലോക്ക് ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. അതാവുമ്പോൾ നീറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഞാൻ ഈ നൂലിനെ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം പൊക്കി പിടിച്ചുകൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ അത് സേഫായിട്ട് നെറ്റിന് ഡാമേജ് വരാത്ത രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പശ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വരുന്ന വൈറ്റ് ക്ലോത്തിനെ നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനും പറ്റും. ത്രെഡ് കട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, സേഫാക്കി നമുക്ക് വെട്ടാൻ നല്ലത്. നല്ല മൂർച്ചയുള്ള ത്രെഡ് കട്ടറാണ്. എന്താണേലും കത്രികയാണേലും നമുക്ക് മൂർച്ചയുള്ളത് യൂസ് ചെയ്ത് തന്നെ ചെയ്യണം കേട്ടോ. ഒരു ചെറിയ ഹോള് വീണാൽ നെറ്റാണ് നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാനേ പറ്റില്ല. അത്രയും നേരം നമ്മൾ ചെയ്ത പണിയും മെറ്റീരിയൽസും ഒക്കെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. കുറച്ചൊന്ന് കെയർഫുള്ളായി ടൈം എടുത്ത് ചെയ്യുക തുടക്കത്തിലൊക്കെ ചെയ്യുമ്പോൾ. ഇവിടെ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതിങ്ങനെ ആ പശ ആക്കിയിട്ട് അതിലേക്ക് അങ്ങ് നീക്കി കൊടുത്താൽ മതി. നീറ്റായിട്ട് അവിടെ ഇരുന്നോളും. തിരിച്ചിട്ട് ഫൈനൽ ലുക്കും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ നെറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ വരുന്നത്. ഇതിനെ തന്നെ ഡബിൾ സൈസിൽ ചെയ്തതാണിത്. ഇത് രണ്ട് ഷേപ്പ് വരച്ചു. ഈ പറഞ്ഞ രീതിക്ക് സിഗ്സാഗും കൂടെ ഇട്ട് ചെയിൻ വിത്ത് സിഗ്സാഗ് ഇട്ട ശേഷം നമ്മൾ ഉള്ളിലത്തെ ക്ലോത്ത്, ഈ ഒരു ലെയറിലെ ക്ലോത്ത് കട്ട് ചെയ്തു, ഈ ഒരു ലെയറിലെ നെറ്റ് കട്ട് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് പല രീതിയിലും ഈ ഒരു മെത്തേഡിനെ യൂസ് ചെയ്തിട്ട് നെറ്റ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്.